ഭവ്യ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഒരു വിവരം ഇപ്പോഴും ഈ ജമ്മു ആൻഡ് കശ്മീരിലെ സംഭ മേഖലയിൽ വീണ്ടും ഈ ഡ്രോണുകൾ കണ്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വീണ്ടും ഡ്രോണുകൾ ആകാശത്ത് ചുവന്ന വരകൾ കണ്ടു എന്ന് പറയുന്നു. ഒപ്പം വലിയ ശബ്ദങ്ങൾ കേട്ടതായും ചില പ്രതികരണങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഡ്രോണുകളെ ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ പ്രതിരോധിക്കുന്നത് കൊണ്ടാകാം ഈ ശബ്ദം എന്നാണ് പ്രാഥമികമായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പഞ്ചാബിൻ്റെ അതിർത്തിയിലും സമാനമായ തരത്തിൽ ബ്ലാക്ക് ഔട്ട് അത് മുൻകരുതൽ നടപടി എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും ഇപ്പോൾ ജമ്മു കശ്മീരിൽ ആണ് ഈ പ്രശ്നം ഉള്ളത്. ജമ്മു കശ്മീരിൽ സാംബയിൽ ഡ്രോണുകൾ കണ്ടു എന്നത് ആശങ്കയ്ക്കിട നൽകുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് DGMO മാർ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും DGMOമാർ തല ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഇനി ആക്രമണം ഉണ്ടാകില്ല, പരസ്പരം ശത്രുതയുണ്ടാകില്ല, വെടി ഉതിർക്കൽ ഉണ്ടാകില്ല എന്നൊക്കെ അടിവരയിട്ട് വ്യക്തമാക്കിയതിന് ശേഷമാണ് രാത്രി വീണ്ടും ഡ്രോണുകൾ വന്നത്. ഇത് സർവൈലൻസിനാണോ പരിശോധനകൾക്കോ അതോ ആക്രമണത്തിനാണോ വന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. പക്ഷേ ഡ്രോണുകൾ അങ്ങോട്ടേക്ക് പറന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അത് ആകാശത്ത് വെച്ച് തടയുന്നതിന് ശബ്ദങ്ങൾ കേട്ടു എന്നുകൂടി വിവരങ്ങൾ വരുന്നു. സ്വാഭാവികമായും പഞ്ചാബിലും രാജസ്ഥാനിലുമൊക്കെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പോകുന്നു. പഞ്ചാബിൽ ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന തരത്തിൽ അവിടെ ഒരു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുന്നു പഞ്ചാബിൻ്റെ അതിർത്തിയിൽ. അതോടൊപ്പം ജമ്മു കശ്മീരിൽ അതീവ ജാഗ്രതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുമെന്ന ആശങ്ക നേരത്തെ തന്നെ രാജ്യത്തിന് ഉണ്ടായിരുന്നു. DGMO തല ചർച്ചകളിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന് വ്യക്തമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായെങ്കിലും പാകിസ്ഥാനെ ഈ പല ഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ്. സൈന്യത്തിന് മുകളിൽ തന്നെ അവിടുത്തെ നേതൃത്വത്തിന് വ്യക്തമായ ഒരു അധികാരമില്ല. സൈന്യത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള ഘടകങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായും ഇത് എന്താണ് ഇങ്ങനെ ഒരു നീക്കമുണ്ടായതിന് കാരണം? അതാണ് മനു, അതിർത്തി മേഖലകളൊക്കെ ഒന്ന് ശാന്തതയിലേക്ക് വന്ന മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞു പോയത്. ആ സമയത്താണ് ഇപ്പോൾ ഇതാ പാക് ഡ്രോണുകൾ എന്നുള്ളൊരു സംശയം വരുന്നത്. ഇത് പാക് ഡ്രോണുകൾ തന്നെയാണെന്ന കാര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്താണ് ലഭ്യമായത്? അതോടൊപ്പം തന്നെ പ്രധാനമായും അല്പസമയം മുൻപ് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്, അടിച്ചാൽ തിരിച്ചടിക്കും, ഭീകരത ഇനി വെച്ച് പുറപ്പിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. ആ സമയത്താണ് വീണ്ടും ഒരു പാക് പ്രകോപനം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണമോ? ഇത് ഡ്രോണുകൾ ഒരു നിരീക്ഷണ സംവിധാനത്തിന്റെ ഭാഗമായി വന്നതാണോ അതോ ഒരു ആക്രമണ ലക്ഷ്യത്തോടു കൂടി വന്നതാണോ എന്ന് വ്യക്തമല്ല. നമുക്ക് ഒരു കാര്യം പറയാം, പാകിസ്ഥാനിൽ അവിടെ രാഷ്ട്രീയ നേതൃത്വം പാകിസ്ഥാൻ വലിയ തോതിൽ വിജയിച്ചു എന്നൊക്കെ തരത്തിൽ അവിടെ ആഘോഷങ്ങളൊക്കെ നടത്തുകയാണ്. ഡൽഹിയൊക്കെ അടിച്ചു തകർത്തു എന്ന തരത്തിലുള്ള കുപ്രചരണങ്ങളാണ് പാകിസ്ഥാനിൽ നടത്തുന്നത്. പക്ഷേ ആത്യന്തികമായി അവിടുത്തെ സൈന്യത്തിനും നേതൃത്വത്തിനും അറിയാവുന്നൊരു കാര്യം അമ്പെ പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പക വീണ്ടും അവർക്ക് പൂർണ്ണമായി തീർന്നിട്ടില്ലയോ എന്ന സംശയം അങ്ങനെ നിൽക്കുന്നു. ഏതായാലും രാജ്യം അതീവ ജാഗ്രതയിലാണ് എന്ന് സേനാ മേധാവികൾ വ്യക്തമാക്കി കഴിഞ്ഞു. DGMO അതുപോലെ തന്നെ എയർ ഡിഫൻസിൻ്റെ ഡയറക്ടർ ജനറൽ, അതുപോലെ നേവൽ വിഭാഗത്തിൻ്റെ ഡയറക്ടർ ജനറൽ, നേവൽ ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ, എയർ ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ എല്ലാവരും ഏത് ഘട്ടം ഇനി വന്നാലും അത് നേരിടാൻ വീണ്ടും തങ്ങൾ സന്നദ്ധരാണ്, അടുത്ത ദൗത്യത്തിന് ഇപ്പോഴേ തയ്യാറായി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം സമാപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ കരാർ വെടിനിർത്തലിനെ സംബന്ധിച്ച ചില ധാരണകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും അവിടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ അതിനുശേഷം രാത്രി 10:30 അത് പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്ന് DGMO തല ചർച്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് വീണ്ടും ഒരു ചർച്ചയുണ്ടായി. പൂർണ്ണമായി സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് രാജ്യത്തെ വിശ്വസിപ്പിച്ച് പാകിസ്ഥാൻ വീണ്ടും ചതിപ്രയോഗം നടത്തുന്നു എന്ന സംശയങ്ങൾ ആണ് ആകാശത്ത് കാണുന്നത്. ഈ ചുവന്ന ലൈനുകൾ അല്ലെങ്കിൽ ചുവന്ന ഈ ദൃശ്യങ്ങൾ അത് ഡ്രോണുകൾ വരുന്നതാണ്. അതിനെ വ്യോമസേന ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ
നടത്തി എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ സാംബ എന്നത് നമുക്കറിയാം വളരെ നിർണായകമായ ഒരു പ്രദേശമാണ് ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി പ്രദേശം എന്ന നിലയിൽ. അവിടെ നേരത്തെ വലിയ ഡ്രോണുകളുടെ ഒരു കൂട്ടം തന്നെ വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വളരെ ഫലപ്രദമായാണ് അന്ന് നമ്മുടെ വ്യോമസേന നേരിട്ടത്. പക്ഷേ അന്ന് വന്ന ഡ്രോണുകളെ എല്ലാം തകർക്കാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ വരുന്നു. പഞ്ചാബിലേക്ക് കൂടുതൽ മിസൈൽ ആക്രമണങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വില കുറഞ്ഞ ചൈനീസ് മിസൈലുകളാണ് PL-15 പോലുള്ള അത്ര കാര്യക്ഷമതയില്ലാത്ത മിസൈലുകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിക്ഷേപിച്ചത്. ഏതായാലും അതെല്ലാം ഫലപ്രദമായി തടയാൻ കഴിഞ്ഞപ്പോൾ തുടർന്ന് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സൈന്യം എടുത്തിരിക്കുന്നു. ഇന്ത്യൻ വെസ്റ്റേൺ കമാൻഡിനെ ഇത് കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഈ കഴിഞ്ഞ ദിവസം കരസേന മേധാവി അവിടുത്തെ കമാൻഡർമാരുമായി സംസാരിക്കുകയും ചെയ്തു. വെസ്റ്റേൺ കമാൻഡിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായ നടപടികൾ എടുക്കാനുള്ള വ്യക്തമായ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏത് ആക്രമണമുണ്ടായാലും അത് തിരിച്ചടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതാണ് മനു. എന്തായാലും പാകിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കരാറിനെ, പാകിസ്ഥാന്റെ വാക്കുകളെ പൂർണ്ണമായി ഇന്ത്യ വിശ്വാസത്തിലെടുക്കില്ല. അതിനു മുൻപുള്ള ചരിത്രം പരിശോധിച്ചാലും ചതിപ്രയോഗം മാത്രം നടത്തി വന്ന ഒരു രാജ്യമാണ്. അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണ സജ്ജമാണ് സൈന്യം. കാഞ്ചിയിൽ തന്നെയാണ് സൈന്യത്തിന്റെ വിരലുകൾ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടാണോ വരുന്നത്? സ്വാഭാവികമായും ഇങ്ങനെ ഡ്രോണുകൾ അതിർത്തി കടന്ന് നമ്മുടെ എയർ സ്പേസിലേക്ക് വ്യോമാതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഘട്ടത്തിൽ അത് ഫലപ്രദമായി നേരിടാനുള്ള സംവിധാനം നമുക്കുണ്ട്. S-400 ഗ്രിഡ് സംവിധാനമുണ്ട്. ഇന്ന് സൈനിക DGമാർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ ഏത് തരത്തിലുള്ള ആക്രമണം വന്നാലും അത് തദ്ദേശീയമായി നിർമ്മിച്ച ഒരു പ്രതിരോധ സംവിധാനം തന്നെ രാജ്യത്തിനുണ്ട്. അതോടൊപ്പം തന്നെ അതുകൂടാതെ ഉന്നത ശ്രേണിയിലുള്ള ആയുധങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് പല തട്ടുകളിലായി പല തലത്തിൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇത് പാകിസ്ഥാൻ വാക്കുപാലിക്കുന്നില്ല എന്നതിന്റെ കൃത്യമായ തെളിവായി എന്തായാലും ജമ്മു കാശ്മീരിലെ സാംബയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ ഡ്രോണുകളെല്ലാം ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.